കഴിഞ്ഞ ദിവസം ഒന്ന് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ കന്നിമല ആയതുകൊണ്ടും പിന്നെ അണ്ണ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നതുകൊണ്ടും ഞാനും കൂടെ പോയി. എല്ലാം ഷടപടേന്നായതുകൊണ്ട് അല്ലെങ്കിലും മലയ്ക്ക് പോവല്ലേ, വ്ളോഗ് എടുക്കണമെന്നോ അല്ലെങ്കിൽ അത് വീഡിയോ ആക്കണമെന്നോ അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ പോയ സമയത്ത് കുറച്ച് ക്ലിപ്സ് റാൻഡമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഫുൾ ലെങ്ത് വ്ളോഗ് ആക്കാനൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. അതും വഴിതെറ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിതെറ്റിയതല്ല, നമ്മൾ വേറൊരു വഴിയിൽ കയറിപ്പോയി. അത് നടന്ന് എത്തിയത് ഇവിടേക്കായിരുന്നു. ശരിക്കും ഈ നടപ്പന്തലിലേക്ക് എത്തിച്ചേരുന്നത് മലയ്ക്ക് പോകുന്നവർക്കറിയാം. നടപ്പന്തലിലേക്ക് എത്തിച്ചേരുന്നൊരു വഴിയായിരുന്നു ഇത്. നമ്മൾ ഇതിലേക്കൂടെ പോയ സമയത്ത് ഒരു അച്ഛനും മോളും പോകുന്നത് കണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളും പുറകെ പോയത്. പക്ഷേ പോയി അവരെ അവിടെ ഒന്നും കാണുന്നില്ല. ആ വഴിയിൽ ആ കാട്ടിനകത്ത് ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ നല്ല പെരുമഴയും കോടയും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഒരു അനുഭവമായിരുന്നു. കൊടിഞ്ഞ് വീണതുകൊണ്ടാണെന്ന് അറിയത്തില്ല, മൊത്തവും മുള്ളുകളൊക്കെയാണ്. ഇപ്പം നമ്മൾ കറക്റ്റ് പണ്ട് പറയുന്ന പോലെ കല്ലും മുള്ളും നിറഞ്ഞ കാനന പാതയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു വഴി ഡീവിയേറ്റ് ചെയ്ത് കയറി ഇപ്പം ഏതാണ്ട് ഞങ്ങൾ മാത്രമുള്ളൊരു വഴി കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കാണുന്നില്ല ഇവിടെ എങ്ങും. ഞങ്ങൾ വഴി തെറ്റി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എവിടെയാണ് ഒന്നും അറിയാൻ വയ്യ. ആമി പേടിച്ചു തുടങ്ങി. എത്തി അതുകൊണ്ട് തോന്നുന്നു നമ്മളവിടെ എത്തി അതുകൊണ്ട് അവിടെ കാണാം. സന്നിധാനം കാണാം. അയ്യപ്പനെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. മണ്ഡലകാലം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുവിധം മെയിൻ വഴികളെല്ലാം ക്ലോസ്ഡ് ആണ്. ആളുകൾക്കാർക്കും പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് വേറൊരു അപ്പുറത്തെ താഴെ കൂടെ ആയിരുന്നു വഴി കൊടുത്തിരുന്നത്. നമ്മൾ അപ്പുറത്തെ വഴി കൂടെ വന്നിട്ട് അവസാനം നമ്മൾ മാത്രമുള്ള ഈ വഴിയിൽ കാട്ടിൽ കൂടെ അവസാനം വഴി തെറ്റിയോന്ന് വരെ ചിന്തിച്ച് വന്നതാ. പിന്നെ വഴി തെറ്റില്ലല്ലോ, അങ്ങനെയാണല്ലോ. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ താഴെ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയ്യപ്പനെ കാണാൻ പോവാ. ആവി അവിടുന്നിട്ട് അയ്യോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ മഴയിൽ നനഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ ഇത്രയും മഴയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. കൂടെ ഉണ്ടോ? നമ്മളൊരു 2:30 ആയപ്പോഴത്തേക്കും അവിടെ നടപ്പന്തലിലേക്ക് എത്തി. ഒരു 1 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തിരക്കൊന്നും അത്രയ്ക്ക് ഇല്ലായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. നമ്മളൊരു ചുക്കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. എന്നിട്ടൊരു ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നട തുറക്കുകയും ചെയ്തു. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടമൊക്കെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. നടപ്പന്തലിൽ നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്തെങ്കിലും ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാൻ പറ്റി. എങ്കിലും പോകെ നല്ല രീതിയിൽ മഴ പെയ്യുകയും പമ്പയിലൊന്നും ആളിറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് മരം മുറിഞ്ഞ് വീണിട്ട് അവിടെ കുറേ നേരം ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12 മണിയായി നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.